നമസ്കാരം, ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ശക്തമായ മഴയിൽ ശ്രീനാരായണപുരത്ത് കോളേജിന്റെ ചുറ്റുമതിൽ തകർന്നു വീണു. പടിഞ്ഞാറെ വെമ്പല്ലൂർ MES അസ്മാബി കോളേജിന്റെ ചുറ്റുമതിലാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് തകർന്നു വീണത്. ചാലക്കുടി അതിരപ്പിള്ളി റോഡിൽ തുമ്പൂർ മൊഴിയിൽ മുളങ്കൂട്ടം റോഡിന് കുറുകെ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വനംവകുപ്പ്, പോലീസ്, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിൽ JCB ഉപയോഗിച്ച് ഇവ മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. മാധ്യമപ്രവർത്തകൻ റൂബിൻ ലാലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പ്രസ് ഫോറവും വിവിധ സംഘടനകളും DFO ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വാർത്തകൾ വിശദമായി. ശക്തമായ മഴയിൽ ശ്രീനാരായണപുരത്ത് കോളേജിന്റെ ചുറ്റുമതിൽ തകർന്നു വീണു. പടിഞ്ഞാറെ വെമ്പല്ലൂർ MES അസ്മാബി കോളേജിന്റെ ചുറ്റുമതിലാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് തകർന്നു വീണത്. കോളേജിന്റെ വടക്ക് ഭാഗത്ത് ശ്രീനാരായണപുരം റോഡിനോട് ചേർന്നുള്ള 150 മീറ്ററോളം ഭാഗമാണ് തകർന്നത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ചാലക്കുടി അതിരപ്പള്ളി റോഡിൽ തുമ്പൂർ മൊഴിയിൽ മുളങ്കൂട്ടം റോഡിന് കുറുകെ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ബുധനാഴ്ച വൈകിട്ട് 4:30ഓടെയാണ് റോഡരികിൽ ഉണങ്ങി നിന്നിരുന്ന മുളങ്കൂട്ടം റോഡിന് കുറുകെ വീണത്. വനംവകുപ്പ്, പോലീസ്, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിൽ JCB ഉപയോഗിച്ച് ഇവ മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. മാധ്യമപ്രവർത്തകൻ റൂബിൻ ലാലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പ്രസ് ഫോറവും വിവിധ സംഘടനകളും DFO ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തകരെ വേട്ടയാടുന്ന നടപടികൾ അംഗീകരിക്കാനാവില്ലെന്നും മാധ്യമപ്രവർത്തകർക്ക് സ്വതന്ത്രമായ മാധ്യമപ്രവർത്തനം നടത്താൻ സാഹചര്യമൊരുക്കാൻ സർക്കാർ നടപടിയെടുക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിൽസൺ മേച്ചേരി അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി പ്രവർത്തകരായ പ്രൊഫസർ കുസുമൻ ജോസഫ്, PK കിട്ടൻ, സുരേഷ് മുട്ടത്തി, കൊടകര പ്രസ് ക്ലബ് പ്രസിഡന്റ് TG അജോ, BJP സംസ്ഥാന സമിതി അംഗം KS സുരേഷ്, സജീവ് പള്ളത്ത്, മുകേഷ് തളിയത്ത്, അനിൽ കദളിക്കാടൻ, VM ടെൻസൺ, നഗരസഭാ കൗൺസിലർമാരായ VJ ജോജി, വത്സൻ ചമ്പക്കര, പ്രസ് ഫോറം രക്ഷാധികാരി ഷാലി മുരികൂർ, സെക്രട്ടറി റോസ്മോൾ ഡോണി, മധു ചിറക്കൽ, ശ്രീദേവി കയമ്പത്ത്, NR സരിത, ആഷിൻ പോൾ, അനു പള്ളത്തേരി, അക്ഷമ ഉണ്ണികൃഷ്ണൻ, KB ബിനേഷ്, സഞ്ജയൻ പറമ്പിക്കാട്ടിൽ, രമേഷ് കുമാർ കുഴിക്കാട്ടിൽ, ഡിനോ കൈനാടത്ത്, ജിനു മേച്ചേരി, വിപിൻ സമ്പാളു, കൃഷ്ണേന്ദു, ശിവദാസ് എന്നിവർ പ്രസംഗിച്ചു. മാള K കരുണാകരൻ കോഓപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലിൽ അക്കൗണ്ട് സെക്ഷനിൽ നിന്ന് 29 വർഷത്തെ സേവനത്തിന് ശേഷം റിട്ടയർമെന്റാകുന്ന MJ ആന്റോവിന് തൊഴിലാളികൾ യാത്രയയപ്പ് നൽകി. ബോർഡ് മെമ്പർമാരായ മാനാത്ത് രാജേന്ദ്രൻ, PA അസൈനാർ, ടെക്നിക്കൽ മാനേജർ G ശ്രീജിത്ത്, തൊഴിലാളികളായ TY അയൂബ്, അഖിൽ C സുരേഷ്, AN പ്രവീൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് യാത്രയയപ്പ് നൽകിയത്. DYFI യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന സ്കൂൾ ക്ലീനിംഗ് ഡേയുടെ ഭാഗമായി അഷ്ടമിച്ചിറ മേഖലാ കമ്മിറ്റി പഴൂക്കര NSSP LP സ്കൂളും പരിസരവും ശുചീകരിച്ച് വൃക്ഷത്തൈ നട്ടു. DYFI മാള ബ്ലോക്ക് കമ്മിറ്റി ട്രഷറർ TA രാഹുൽ ക്ലീനിംഗ് ഡേ ഉദ്ഘാടനം ചെയ്തു. PV വിനു, MS അക്ഷയ്, VM മിഥുൻ, KV സൈനാജ്, PR രാഹുൽ, VS ശരത്, TM ഹരികൃഷ്ണൻ, അനൂപ് കുമാർ പാറക്കൂട്ടം, CR അജിത്, MR അഭിജിത്ത്, രതീഷ് വാസു, വാർഡ് മെമ്പർ ജിജു മാടപ്പള്ളി, സ്കൂൾ ഹെഡ് മിസ്റ്റർ സന്ധ്യ പ്രിൻസി എന്നിവർ സന്നിധരായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ശക്തമായ മഴയിൽ ശ്രീനാരായണപുരത്ത് കോളേജിന്റെ ചുറ്റുമതിൽ തകർന്നു വീണു. പടിഞ്ഞാറെ വെമ്പല്ലൂർ MES അസ്മാബി കോളേജിന്റെ ചുറ്റുമതിലാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് തകർന്നു വീണത്. ചാലക്കുടി അതിരപ്പിള്ളി റോഡിൽ തുമ്പൂർ മൊഴിയിൽ മുളങ്കൂട്ടം റോഡിന് കുറുകെ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വനംവകുപ്പ്, പോലീസ്, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിൽ JCB ഉപയോഗിച്ച് ഇവ മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. മാധ്യമപ്രവർത്തകൻ റൂബിൻ ലാലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പ്രസ് ഫോറവും വിവിധ സംഘടനകളും DFO ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.